Hello students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക്സ് ആണ് റോൾസ് തിയറവും മീൻ വാല്യൂ തിയറവും. അതിലെ ആദ്യത്തെ ടോപ്പിക് ആണ് റോൾസ് തിയറം. റോൾസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ പ്രൂഫ്, ദെൻ അതിന്റെ ഗ്രാഫ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രാഫ് ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ്. ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലാണ്. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫംഗ്ഷന് ചില പ്രത്യേകതകളുണ്ട്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഇനി എഫ് ഓഫ് എക്സ് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കൂടിയാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്ന ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി. ദെൻ വൺ മോർ തിങ് ഇസ് ദാറ്റ് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ്. അതായത് എ ബി എന്നുള്ള ഈ എൻഡ് പോയിന്റ്സിൽ ഫംഗ്ഷന്റെ വാല്യൂ സെയിം ആണ്. അങ്ങനാണെങ്കിൽ അക്കോർഡിംഗ് ടു റോൾസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതനുസരിച്ച് there exists a C belongs to AB. ഈ സി എന്നുള്ള പോയിന്റ് ഓപ്പൺ ഇന്റർവൽ എ ബിയിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. എന്താണ് സിയുടെ പ്രത്യേകത? എഫ് ഡാഷ് സി എന്ന് പറയുന്നത് 0 ആണ്. എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു 0. എഫ് ഡാഷ് സി എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് dy by dx at x is equal to c. ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ at x is equal to c എടുത്താൽ അതിന്റെ വാല്യൂ 0 കിട്ടും. ഇതാണ് റോൾസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് അറിഞ്ഞിരിക്കണം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ദെൻ ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ. അതുപോലെ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ then there exists a point C such that C belongs to AB and C such that f dash C is equal to 0. അതായത് ആ പോയിന്റിലെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയാൽ അവിടെ ഡെറിവേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലോപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ലൈൻ നോക്കിയാൽ മനസ്സിലാവും ഇത് എക്സ് ആക്സിസിന് എക്സാക്ട്ലി പാരലൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ലൈനിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. ഇതാണ് റോൾസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇനി റോൾസ് തിയറത്തിന്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ നമുക്ക് ചെയ്തിട്ട് മീൻ വാല്യൂ തിയറം ഡീൽ ചെയ്യാം. ആദ്യം നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് നോക്കാം. റോൾസ് തിയറം വെരിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. y is equal to x square plus 2, a തന്നിട്ടുണ്ട് -2, b തന്നിട്ടുണ്ട് 2. ഇവിടെ റോൾസ് തിയറം ആപ്ലിക്കബിൾ ആണോ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഇതാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമുക്ക് ആദ്യം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇറ്റ്സ് എ പോളിനോമിയൽ. പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് ബിക്കോസ് ദിസ് ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ആണ്. എവിടെയാണ്? ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ. ഇനി അതുപോലെ എഫ് ഓഫ് എ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, എഫ് ഓഫ് ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -2 ആണ്. എഫ് ഓഫ് -2ന്റെ വാല്യൂ എന്താണ്? -2 സ്ക്വയർ പ്ലസ് 2. -2 സ്ക്വയർ പ്ലസ് 2. -2ന്റെ സ്ക്വയർ 4 ആണ്. 4 പ്ലസ് 2 6 എന്ന് വരും. എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് 2 ആണ്. എഫ് ഓഫ് 2ന്റെ വാല്യൂ 2 സ്ക്വയർ പ്ലസ് 2 അഗെയിൻ ദാറ്റ്സ് ഈക്വൽ ടു 6. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ക്വസ്റ്റ്യനിലെ എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും വാല്യൂസ് ഈക്വൽ ആണ്. അങ്ങനാണെങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അവിടെ റോൾസ് തിയറം ആപ്ലിക്കബിൾ ആണ്. എന്താണ് നമ്മുടെ റോൾസ് തിയറം പറയുന്നത്? റോൾസ് തിയറം പറയുന്നതനുസരിച്ച് then there exists a C belongs to AB such that f dash C is equal to 0. ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാകും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ആ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2. ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാം എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് 2x ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് 2c ആണ്. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് 2c is equal to 0. അങ്ങനെ ആകണമെങ്കിൽ സിയുടെ വാല്യൂ എന്താണ്? c is 0. സോ ഈ ഒരു പോയിന്റ് c is equal to 0 എന്നുള്ള പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി ഒരു കാര്യം ക്രോസ് ചെക്ക് ചെയ്യണം. നമുക്ക് കിട്ടിയ സി എന്ന് പറയുന്നത് 0. ഈ പോയിന്റ് ദാറ്റ് മസ്റ്റ് ബി ബിറ്റ്വീൻ എ ആൻഡ് ബി. അങ്ങനെ അല്ലെങ്കിൽ ആ കേസ് തെറ്റാണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന അനുസരിച്ച്
എക്കും ബിക്കും ഇടയിലുള്ള പോയിന്റ് ആണ് സി. നമുക്ക് കിട്ടിയിരിക്കുന്ന 0 എന്നുള്ള പോയിന്റ് അത് നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ് ചെയ്യണം. 0 ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ -2. ഓപ്പൺ ഇന്റർവെൽ ആണ്, അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമുക്ക് കിട്ടിയ സി is equal to 0. ഇറ്റ്സ് എ പോയിന്റ് ബിറ്റ്വീൻ -2 and 2. സോ ഈ ഒരു കേസിൽ റോൾസ് തിയറം വാലിഡ് ആണ്. റോൾസ് തിയറം തന്നെ വെരിഫൈ ചെയ്യാനുള്ള അടുത്ത പ്രോബ്ലം ആണെങ്കിൽ f of x is equal to x² plus 2x minus 8 where x belongs to -4, 2. അപ്പൊ -4 എന്ന് പറയുന്നതാണ് നമ്മുടെ a, 2 എന്ന് പറയുന്നതാണ് b. സോ ഈ ഫംഗ്ഷനും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. സോ ദിസ് ഇസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ a b. ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, ഓഫ് കോഴ്സ് ഡിഫറൻഷ്യബിൾ ആണ് ഇൻ ഓപ്പൺ ഇന്റർവൽ a b. ദെൻ f of a യും f of b യും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. f of a എന്ന് പറഞ്ഞാൽ f of -4 ആണ്. f of -4 എന്ന് പറയുന്നത് -4 the whole square plus 2 into -4 -8 then again -8 എന്ന് പറഞ്ഞാൽ 16 - 8 - 8 എന്ന് വരും. ആൻസർ is 0. f of b എന്ന് പറയുന്നത് f of 2 ആണ്. f of 2 is 2 square plus 2 into 2 4 minus 8. അതായത് 2 square 4 ആണ്. 4 plus 4 minus 8 again the value is 0. അപ്പൊ മൂന്ന് കാര്യങ്ങളും ഓക്കെയാണ്. അതായത് ഇത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, f of a equal to f of b ആണ്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു റോൾസ് തിയറം there exists a c such that c belongs to ab and f dash c is 0. അതിനു വേണ്ടിയിട്ട് നമ്മൾ f of x വീണ്ടും കൺസിഡർ ചെയ്യുന്നു. f of x എന്ന് പറയുന്നത് x² plus 2x minus 8 ആണ്. അവിടെ നിന്ന് നമുക്ക് f dash of x എഴുതാം, 2x plus 2 ആണ്. Then f dash of c നമുക്ക് എഴുതാം, 2c plus 2 ആണ്. സോ റോൾസ് തിയറം പറയുന്നതനുസരിച്ച് f dash c 0 ആണ്, അല്ലെങ്കിൽ 2c plus 2 equal to 0. എന്ന് പറഞ്ഞാൽ 2c equal to -2, c equal to -2/2, c equal to -1. ഇനി നമുക്ക് കിട്ടിയ -1 എന്നുള്ള സിയുടെ വാല്യൂവിനെ നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. c is equal to -1 എന്ന് പറയുന്നത് that should be within -4 and 2. നമ്മുടെ വാല്യൂ ഓക്കെ ആണ്, ബിക്കോസ് അത് -4നും 2നും ഇൻ ബിറ്റ്വീൻ ആണ് വന്നിരിക്കുന്നത്. സോ അത് ആപ്ലിക്കബിൾ കേസസ് ആണ്. ഇനി in some cases റോൾസ് തിയറം is not വാലിഡ് ആകാത്ത കേസുകൾ നമുക്ക് കിട്ടാം. അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. 1-2 എക്സാമ്പിൾസ് ഞാൻ എഴുതാം. ഒന്നാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ബോക്സ് എക്സ് എന്നാണ്, ബോക്സ് ഓഫ് എക്സ്. ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് 5 ഉം 9 ഉം ആണ്. The given points are 5 and 9. So a 5 ആണ്, then b എന്ന് പറയുന്നത് 9 ആണ്. Okay. ഈ ഒരു ഫംഗ്ഷനിൽ കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ഒക്കെ നിൽക്കട്ടെ, നമുക്ക് f of a യുടെയും f of b യുടെയും കാര്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴും ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ വാല്യൂവിന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് ഇന്റിജറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 5 ആണെങ്കിൽ 5 തന്നെ നമുക്ക് എഴുതാം, കുഴപ്പമില്ല. അതേസമയം 5.1 5.3 ഒക്കെയാണെന്ന് വിചാരിക്കാം. അതിന്റെ താഴെയുള്ള പെർഫെക്റ്റ് ഇന്റിജർ എന്ന് പറയുന്നത് 5 ആണ്. നെഗറ്റീവിന്റെ കേസിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ -2.3 വന്നു എന്ന് വിചാരിക്കാം. -2.3യുടെ പുറകിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതിനേക്കാൾ ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പെർഫെക്റ്റ് ഇന്റിജർ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇന്റിജർ നോക്കുമ്പോൾ -2.3യേക്കാൾ ചെറിയ ഇന്റിജർ എന്ന് പറയുന്നത് -3 ആണ്. ദെൻ -4.5നേക്കാൾ ചെറിയ ഇന്റിജറോ, അത് -5 ആണ്. അപ്പം അതിന് തൊട്ട് പുറകിലുള്ള ഇന്റിജറിനെയാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ബോക്സ് എക്സ് എന്നാണ്. ഈ ഒരു കേസിൽ ഇവിടെ നമുക്ക് f of a ആയിട്ട് കിട്ടിയിരിക്കുന്നത് ബോക്സ് ഓഫ് 5 ആണ്. ബോക്സ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ ആൻസർ 5 ആണ്. 5 5ന് താഴെയുള്ള പെർഫെക്റ്റ് ഇന്റിജർ അത് 5 തന്നെയാണ്. 5 is an integer, കുഴപ്പമില്ല. f of b എന്ന് പറയുമ്പോൾ ബോക്സ് ഓഫ് 9 ആണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 9. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും f of a യും f of b യും ഈക്വൽ അല്ല. f of a യും f of b യും ഈക്വൽ അല്ല. സോ ഇൻ ദിസ് കേസ് റോൾസ് തിയറം ഇസ് നോട്ട് വാലിഡ്. ഇങ്ങനെ ഒരു ട്രിക്കി രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ റോൾസ് തിയറം എല്ലാ കേസിലും വാലിഡ് ആവില്ല. റോൾസ് തിയറത്തിന്റെ 3 സ്റ്റേറ്റ്മെന്റ്സ് അത് ഒബേ ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ തെറ്റിപ്പോയാൽ റോൾസ് തിയറം ഇസ് നോട്ട് വാലിഡ്.
ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ബോക്സ് എക്സ് തന്നെ മറ്റൊരു ഇന്റർവെല്ലിലും കൂടെ ചോദിച്ചിട്ടുണ്ട്. അതായത് -2 ചോദിച്ചിട്ടുണ്ട്. -2 -2 കേസിലും എഫ് ഓഫ് എ എന്ന് പറയുന്നത് ബോക്സ് ഓഫ് -2 ആണ്. ബോക്സ് എക്സ് എന്ന് പറയുന്നത് ബോക്സ് ഓഫ് -2 ആണ്. അത് -2 ആണ്. അതുപോലെ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ബോക്സ് ഓഫ് 2 ആണ്. അതെന്ന് പറയുന്നത് 2 ആണ്. ഈ കേസിലും എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ അല്ല. അങ്ങനെ വരുന്ന കേസുകളിൽ റോൾസ് തിയറം ഈസ് നോട്ട് വാലിഡ്. ഇനി റോൾസ് തിയറം വാലിഡ് അല്ലാത്ത മറ്റ് കേസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു എക്സാമ്പിളും കൂടെ എഴുതാം നമുക്ക്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -1. തന്നിരിക്കുന്ന ഇന്റർവെൽ 1, 2 ആണ്. ഇവിടെ നിങ്ങൾക്ക് എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ചെക്ക് ചെയ്യാം. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് 1 ആണ്. 1 സ്ക്വയർ -1 ആൻസർ 0 ആണ്. എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് 2 ആണ്. 2 സ്ക്വയർ -1 അതെന്ന് പറയുന്നത് 4 - 1 3 ആണ് ആൻസർ. ഈ കേസിലും എഫ് ഓഫ് എയുടെ വാല്യൂ എഫ് ഓഫ് ബിയുടെ വാല്യൂ ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഈ കേസിലും റോൾസ് തിയറം വാലിഡ് അല്ല. ഇങ്ങനെയുള്ള രീതിയിൽ റോൾസ് തിയറം വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീൻ വാല്യൂ തിയറം ആണ്. മീൻ വാല്യൂ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സിലേക്കാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ആസ് ഇൻ ദ പ്രീവിയസ് കേസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ഈ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് ഇൻ ഓപ്പൺ ഇന്റർവെൽ എ ബി, ഡിഫറൻഷ്യബിൾ ആണ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇല്ല. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്നുള്ള കാര്യം ഇവിടെ ഇല്ല. പകരം സ്റ്റേറ്റ്മെന്റ് ഇതാണ്. Then there exists a C such that C belongs to AB, that's important, such that f dash C is equal to f of B minus f of A divided by B minus A. f of B minus f of A divided by B minus A. ഇതായിരിക്കും f dash C യുടെ വാല്യൂ. ഇതാണ് മീൻ വാല്യൂ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇത് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആദ്യം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോട്ട് ചെയ്യാം. മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇന്റർവെൽ 2 ഉം 4 ഉം. സോ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി, ഡിഫറൻഷ്യബിൾ ആണ് ഇൻ ഓപ്പൺ ഇന്റർവെൽ എ ബി. ദെൻ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന അനുസരിച്ച് there exists a C belongs to AB such that f dash C is equal to f of B minus f of A divided by B minus A. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട അടുത്ത കാര്യങ്ങളാണ് എഫ് ഓഫ് ബിയും എഫ് ഓഫ് എയും. അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് 4 ആണ്. എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 4 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 16. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് 2 ആണ്. 2 സ്ക്വയർ 4. എ നമുക്കറിയാം 2 ആണ്, ബി 4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഡാഷ് സി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി 16 മൈനസ് എഫ് ഓഫ് എ 4 ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ബി എന്ന് പറയുന്നത് 4 ആണ്, എ എന്ന് പറയുന്നത് 2 ആണ്. സോ 16 മൈനസ് 4 12 ഡിവൈഡഡ് ബൈ 2. 12 ഡിവൈഡഡ് ബൈ 2 നമുക്ക് ആൻസർ 6 എന്ന് വരും. ഇവിടെ നമുക്ക് എഫ് ഡാഷ് സി ആണ് കിട്ടിയത്, സി കിട്ടിയിട്ടില്ല. ഇനി എഫ് ഓഫ് എക്സ് നമുക്കറിയാം എക്സ് സ്ക്വയർ ആണ്. അവിടുന്ന് എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്കറിയാം 2x ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് 2x ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് 2c ആണ്. ഇപ്പൊ നമുക്ക് എഫ് ഡാഷ് ഓഫ് സിക്ക് തന്നെ രണ്ട് വാല്യൂസ് കിട്ടി. ഒന്ന് 6 എന്ന് കിട്ടി, രണ്ടാമത്തത് 2c എന്നും കിട്ടി. ഈ രണ്ട് വാല്യൂസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് 2c is equal to 6. ഇവിടെ നിന്ന് നമുക്ക് c കണ്ടുപിടിക്കാൻ പറ്റും. 6/2 c is equal to 3. എന്നെങ്കിൽ c is equal to 3 ചെക്ക് ചെയ്യാം. ഇറ്റ് മസ്റ്റ് ബി ബിറ്റ്വീൻ a and b. ഇവിടുത്തെ a 2 ആണ്, b 4 ആണ്. സോ 3 belongs to 2 and 4. ഇത് നമ്മൾ ഉറപ്പാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യൻ ശരിയാവുള്ളൂ. സോ ഇതാണ് മീൻ വാല്യൂ തിയറം അല്ലെങ്കിൽ MVTയുടെ പ്രൂഫ്. രണ്ട് രീതിയിൽ നമ്മൾ എഫ് ഡാഷ് സി എടുക്കുന്നു. ആദ്യം നമ്മുടെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതനുസരിച്ച് എടുക്കുന്നു, ഡെഫിനിഷൻ പറയുന്നതനുസരിച്ച് എടുക്കുന്നു. അല്ലാണ്ട് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിൽ നിന്നും എഫ് ഡാഷ് ഓഫ് സി എടുത്ത് അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടും ഇക്വേറ്റ് ചെയ്താണ് സിയുടെ വാല്യൂ എടുക്കുന്നത്. ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്യാം.
f of x is equal to x square minus 4x minus 3, 1, 4 ആണ് point. So function continuous ആണ് in closed interval AB, differentiable ആണ് in open interval AB. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന അനുസരിച്ച് there exists a C such that f dash of C is equal to f of B minus f of A divided by B minus A. ഇനി നമുക്ക് f of B എന്താണെന്ന് അറിയണം, f of A എന്താണെന്നും അറിയണം. f of B എന്ന് പറയുന്നത് 4 square minus 4 into 4 minus 3 ആണ്. So that's equal to minus 3. Then f of A എന്ന് പറയുന്നത് 1 square minus 4 into 1 minus 3 ആണ്. So 1 minus 3 minus 3 എന്ന് വരും. Minus 3 minus 3 minus 6 ആണ് ആൻസർ വരും. അപ്പം f of A യുമായി f of B യുമായി ഇനി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f dash C is equal to f of B minus 3 minus f of A minus 6 divided by B minus A, 4 minus 1. So minus 3 plus 6 by 3. Minus 3 plus 6 എന്ന് പറയുന്നത് 3 ആണ്. 3 by 3, 1 എന്ന് കിട്ടും. 3 by 3 equal to 1. ഇനി മുമ്പേ പറഞ്ഞതുപോലെ f of x എന്ന് പറയുന്നത് x square minus 4x minus 3 ആണ്. f dash of x എന്ന് പറയുന്നത് 2x minus 4 ആണ്. So f dash of c is 2c minus 4. ഈ 2c minus 4നെ 1നോട് ഇക്വേറ്റ് ചെയ്യുക. 2c is equal to 5 എന്ന് വരും. Or c is equal to 5 by 2 or 2.5. ചെക്ക് ചെയ്യാം. c യുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 2.5 ആണ്. ഈ 2.5 എന്ന് പറയുന്നത് it belongs to 1, 4. 1ന്റെയും 4ന്റെയും ഇടയ്ക്കാണ് 2.5. So this is the correct value of c. MBTയുടെ അടുത്ത പ്രോബ്ലം ആണത്. f of x is equal to x cube minus 5x square minus 3x. ഈ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് in closed interval AB, അതായത് 1, 3. ഡിഫറൻഷ്യബിൾ ആണ് open interval 1, 3. Then there exists a C such that f dash C is equal to f of B minus f of A divided by B minus A. Then f of B നമുക്ക് എടുക്കാം. f of B എന്ന് പറയുന്നത് f of 3 ആണ്. f of 3 is 3 cube. 3യുടെ ക്യൂബ് 27 minus 5 into 9 minus 3 into 3. 27 minus 45 minus 9 എന്ന് വരും. So 27 minus 54. Answer is minus 27. Then f of A നമുക്ക് നോക്കണം. f of A എന്ന് പറയുന്നത് f of 1 ആണ്. f of 1 is 1 cube. 1 തന്നെ minus 5 minus 3. 1 minus 5 minus 4 minus 4 minus 3 എന്ന് പറയുന്നത് minus 7. ഇനി നമുക്ക് f dash c എടുക്കാം. f dash c എന്ന് പറയുന്നത് f of b minus 27 minus minus 7 divided by 3 minus 1. Minus 27 plus 7 by 2. അതായത് minus 20 by 2. Minus 20 by 2 ആൻസർ minus 10. അപ്പം f dash c യുടെ ഒരു വാല്യൂ നമുക്ക് കിട്ടി minus 10. ഇനി നമുക്ക് അടുത്ത വാല്യൂ എടുക്കണം. അടുത്ത വാല്യൂ എടുക്കാനായിട്ട് നമ്മൾ അഗെയിൻ ഫംഗ്ഷൻ ഒന്നുകൂടെ എഴുതുക. ഫംഗ്ഷന്റെ വാല്യൂ f of x is equal to x cube minus 5x square minus 3x ആണ്. f dash of x എടുക്കുമ്പോൾ വാല്യൂ വരുന്നത് 3x square minus 10x minus 3 എന്നാണ്. f dash of c എന്ന് പറയുന്നത് 3x square minus 3c square minus 10c minus 3 എന്നാണ്. ഇനി ഇതിനെ നമ്മൾ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യാം. f dash c is equal to 0 എന്നാണ്. സോ 3c square minus 10c minus 3 equal to minus 10 എന്ന് നമുക്ക് കിട്ടി. അതായത് സീറോയ്ക്കല്ല, ഇവിടെ f dash c യുടെ അടുത്ത വാല്യൂ നമുക്ക് കിട്ടിയിരുന്നു minus 10 ആയിരുന്നു അത്. സോ minus 10നോട് ഇക്വേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 3c square minus 10c minus 3 plus 10 എന്ന് വരും. minus 3 plus 10 എന്ന് പറയുമ്പോൾ plus 7 equal to 0. ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യണം.
ഇവിടെ എ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എ 3 ആണ്, ബി -10 ആണ്, സി 7 ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ട് ഇക്വേഷൻ എടുത്തിട്ട് അതായത് -b പ്ലസ് ഓർ മൈനസ് √(b²) - 4ac ആ മെത്തേഡിൽ സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് ഞാൻ എഴുതാം. ആദ്യത്തെ ആൻസർ 2.3 ആണ്, രണ്ടാമത്തെ ആൻസർ 1 ആണ്. ഇതിനകത്ത് നിന്ന് നിങ്ങൾ ഒരു കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യണം. 2.3 ആണോ 1 ആണോ? അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് കിട്ടുന്ന സി എന്ന് പറയുന്ന വാല്യൂ ദാറ്റ് മസ്റ്റ് ബി വിതിൻ ഓപ്പൺ ഇന്റർവൽ 1-3. ഓപ്പൺ ഇന്റർവൽ 1-3 ആണ്. ഓപ്പൺ ഇന്റർവെലിന്റെ പ്രത്യേകത നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, എ കഴിഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 1 എന്നുള്ള വാല്യൂ എടുത്താൽ തെറ്റിപ്പോവും. ബിക്കോസ് 1 എന്ന് പറയുന്നത് ഒരു എൻഡ് പോയിന്റ് ആണ്, അത് വാലിഡ് ആയിരിക്കില്ല. അപ്പൊ 2.3 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 2.3 മാത്രമാണ് 1നും 3ക്കും ഇടയ്ക്ക് നിൽക്കുന്നത്. 1 നിൽക്കുന്നത് 1ന്റെയും 3യുടെയും ഇടയ്ക്കല്ല, ബിക്കോസ് ഓപ്പൺ ഇന്റർവൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ മീൻ വാല്യൂ തിയറത്തിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഈ ഒരു സെഷനോടുകൂടി ഈ ചാപ്റ്റർ തീരെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യാം, നമുക്ക് ആ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു.